ഹലോ. അതെ, ഈ ഒരു ഐറ്റം കണ്ടോ? കിഡ്സ് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ പൊരിയുടെ റെസിപ്പി ആട്ടോ ഇത്. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ. നമ്മൾ സാധാരണ എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ എടുക്കൂലേ, ഒരു വെറൈറ്റി ആയിട്ട് എപ്പോഴെങ്കിലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പൊരി ഉണ്ടാക്കിയെടുക്കാവേ. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ പീസസിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറയെ ക്രഷ്ഡ് ചില്ലി ഇടുക കേട്ടോ. ചതച്ച മുളക് ഇട്ട് കൊടുക്കണം. അതുപോലെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളകും പെരിഞ്ചീരകവും കൂടി പൊടിച്ചത് ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നിറയെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദ ഇല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി വേണ്ട കേട്ടോ. അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭയങ്കരമായിട്ട് ക്രിസ്പി ആയി പോകും. അതുകൊണ്ട് അരിപ്പൊടി ചേർക്കണ്ട. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ട തൈര് ഉണ്ടെങ്കിൽ അതെടുത്തോളൂ. പിന്നെ ചേർക്കേണ്ടത് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അരമണിക്കൂർ കൂടുതലിരുന്നാൽ കുഴപ്പമില്ല. അരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഓരോ പീസസ് ആയിട്ട്. പിന്നെ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ഇടുന്നത്. ഇനി 1 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കും. അത് കഴിയുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കും കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേകണമല്ലോ. പിന്നെ അതുപോലെ ഒരു 2 മിനിറ്റോളം ഞാനത് മൂടി വെച്ച് വേവിക്കും കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് വേവിക്കും. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. നമ്മൾ മൈദപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കരിഞ്ഞു പോകാതെ നോക്കുക. പിന്നെ ചിക്കൻ വേഗില്ല എന്നുള്ള പേടി വേണ്ട കേട്ടോ. ചിക്കൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് വെന്തും കിട്ടും. നല്ല ജ്യൂസി ആയിട്ടിരിക്കും കേട്ടോ. ഇതൊരു ഓവർനൈറ്റ് ഫുള്ള് വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിത് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് എടുക്കുകയും ചെയ്തു കേട്ടോ. കണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 6 മിനിറ്റൊക്കെ കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ KFCയിൽ നിന്ന് കിട്ടുന്ന ഒരു മയോണൈസ് ഇല്ലേ, അതൊക്കെ മുക്കി കഴിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ പോപ്സ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെയാട്ടോ ഇതിനും കിട്ടുന്നത്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക്